വെൽക്കം ഓൾ ഓഫ് യു. തൈമോനാണ്. ഈ വീഡിയോ നമ്മൾ സ്പെഷ്യൽ സെൻസസ് ഫിസിയോളജി അതിൽ പെടുന്ന വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓൾഫാക്ഷൻ ഫിസിയോളജി. ഓൾഫാക്ഷൻ ഫിസിയോളജി, ദ സെൻസ് ഓഫ് സ്മെല്ലിനെ പറ്റിയാണ്. സോ ഇവിടെ നമുക്ക് 4 കാര്യങ്ങളാണ് സെൻസ് ഓഫ് സ്മെല്ലിനെ പറ്റി പറയാം. ഒന്ന്, സ്മെല്ലിനെ പറ്റി പറയണം. അപ്പോൾ നമുക്ക് ഒഡോറൻസ് എന്താണ്, വാട്ട് ആർ ഒഡോറൻസ്, ഇതാണ് നമ്മൾ ആദ്യം പറയാം. രണ്ടാമത് നമുക്ക് പറയേണ്ടത് ഓൾഫാക്ടറി എപ്പിത്തീലിയത്തെ പറ്റി പറയണം. ഓൾഫാക്ടറി എപ്പിത്തീലിയം. അപ്പോൾ നമുക്ക് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ പറ്റി പറയാം, സ്ട്രക്ചർ, ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഓൾഫാക്ടറി റെഗുലേഷൻ. അത് നമ്മൾ ഓൾഫാക്ടറി ബൾബിനെ പറ്റി പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. ദെൻ ഓൾഫാക്ടറി ട്രാക്ട് അല്ലെങ്കിൽ പാത്വേ, ട്രാൻസ്ഡക്ഷൻ പാത്വേ. സോ ഇത്രയും 4 കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഓർ ഡിസീസസ് അസോസിയേറ്റഡ് വിത്ത് ഓൾഫാക്ഷൻ അതും കൂടി പറയാം. ഈ സ്മെൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് സെൻസ് ആണ്. പല മൃഗങ്ങൾക്കും സെൻസ് ഓഫ് സ്മെൽ, അതൊരു സർവൈവൽ സെൻസസ് കൂടിയാണ്. മനുഷ്യനേക്കാൾ വളരെയധികം പുരോഗമിച്ച സിസ്റ്റമാണ് പല മൃഗങ്ങൾക്കുള്ളത്. മനുഷ്യന് തന്നെ 1000ഓളം സ്മെല്ല് തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയാം. സോ നമുക്കപ്പോൾ ആദ്യം ഈ സ്മെൽ തിരിച്ചറിയാൻ നമുക്ക് എന്തെങ്കിലും സ്മെല്ല് ഉള്ള ഒരു സാധനം വേണം. സോ അതിനെ നമുക്ക് ഒഡോറൻസ് എന്ന് പറയാം. സോ വാട്ട് ആർ ഒഡോറൻസ്? ഒഡോറൻസ് ആർ കെമിക്കൽസ് ആണ്. സോ ദീസ് ആർ കെമിക്കൽസ്. ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽസ് വിച്ച് ക്യാൻ സ്റ്റിമുലേറ്റ് ആരെയാണ്? ഓൾഫാക്ടറി ഹെയർസ് ആൻഡ് റിസപ്റ്റേഴ്സ്. റിസപ്റ്ററിലുള്ളതാണ് ഈ ഓൾഫാക്ടറി ഹെയർസ് എന്ന് പറയുന്നത്. സോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദീസ് കെമിക്കൽ സ്റ്റിമുലേഷൻസ്. ഇങ്ങനെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്ന കെമിക്കൽ സ്റ്റിമുലൻസിനെയാണ് നമ്മൾ ഒഡോറൻസ് എന്ന് പറയാം. സോ പലതരം ഒഡോറൻസ് ഉണ്ട്. ഒന്ന് അരോമാറ്റിക് ആണ്. അരോമാറ്റിക് ഓർ റെസിനസ് ഓർ കാംഫറേഷ്യസ് എന്ന് പറയും. കാംഫറിന്റെ ഒക്കെ സ്മെല്ലുള്ളത്, സ്മെൽ ഓഫ് കാംഫർ അല്ലെങ്കിൽ ലാവൻഡർ അല്ലെങ്കിൽ ക്ലോവ്, ബിറ്റർ ആൽമണ്ട്. സോ അതെല്ലാമാണ് അരോമാറ്റിക് സ്മെൽ. ഒന്ന്. രണ്ടാമത്തത് മസ്കി ആണ്. മസ്കി ഓർ അംബ്രോസോയിഡ് എന്നും വിളിക്കും. അംബ്രോസോയിഡ്, ആ സ്മെല്ല് അങ്ങനെയാണ് പറയാം. മസ്കിന്റെ മണം, നല്ല മണമാണ്. ദെൻ പിന്നെ ബേണിംഗ് ഓർഡർ ആണല്ലേ, ബേണിംഗ് ഫെദറിന്റെ സ്മെല്ല്, ടുബാക്കോന്റെ സ്മെല്ല്, റോസ്റ്റഡ് കോഫി, ബേണിംഗ് മീറ്റ് അല്ലെങ്കിൽ ഇറച്ചിയുടെ മണം. സോ അതെല്ലാം ബേണിംഗ് ഓർഡറിൽ നമുക്ക് പെടുത്താം. ദെൻ അടുത്തത് എത്തേറിയൽ ആണ്. ഇത്തേറിയൽ എന്ന് വെച്ചാൽ ഫ്രൂട്ട്സിന്റെ സ്മെല്ലാണ്. ഫ്രൂട്ട്സിനകത്തൊക്കെ അതേപോലെ ഇത്തേറിയൽ സബ്സ്റ്റൻസ് ധാരാളമുണ്ട്. ദെൻ അടുത്തൊരു സ്മെൽ എന്ന് വെച്ചാൽ ഫ്ലോറൽ ആണ്. ഫ്ലോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ്, ബാൽസാമിക് എന്നും വിളിക്കും. ഫ്രാഗ്രൻസ്, പുഷ്പങ്ങളുടെ, ഫ്ലവർ, പെർഫ്യൂം, പെപ്പർമിന്റ് ഓയിൽ, അങ്ങനെയൊക്കെ ഉള്ളത്. ദെൻ അടുത്തൊരു സ്മെൽ എന്ന് വെച്ചാൽ പങ്കന്റ് ആണ്. പങ്കന്റ് ഓർ ഗാർലിക് എന്നും വിളിക്കാം. ഓക്കെ, സൾഫറിന്റെ മണമാണിത്, സൾഫർ. ഓക്കെ, ഗാർലിക്, ഒനിയൻ, അങ്ങനെയൊക്കെ ഉള്ളത്. ദെൻ ഗോഡ് സ്മെൽ എന്ന് പറഞ്ഞ സ്മെല്ലുണ്ട്. അത് കാപ്രോയിക് ആസിഡ് ഒക്കെ ഉള്ളതിന്റെ സ്മെല്ലാണ്. കാപ്രോയിക് ആസിഡ് റിലേറ്റഡ്. ഓർ സ്വീറ്റ് ചീസിന്റെ ഒക്കെ മണം ഗോഡ് സ്മെൽ എന്നാണ് പറയുന്നത്. പ്യൂട്രിഡ് ഓർ നൗസിയേറ്റിംഗ് സ്മെൽ. ഡീക്കേഡ് വെജിറ്റബിൾ, ഫീസസ്, അതിന്റെയൊക്കെ മണമാണ് പ്യൂട്രിഡ്. ദെൻ റിപ്പൾസീവ് സ്മെൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ബെഡ് ബഗിന്റെ ഒക്കെ ചിലതിൻ്റെയൊക്കെ മണം, മൂട്ട പ്രാണികൾ ചിലതൊക്കെ അല്ലെ അസഹനീയമായ മണമാണ് റിപ്പൾസീവ് സ്മെൽ. സോ ഇങ്ങനെ ഒരുപാട് തരം സ്മെല്ലുകൾ ഉണ്ട്. സോ ഈ സ്മെല്ലുകൾ ഉണ്ടാക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഒഡോറൻസ് എന്ന് പറയാം. മൂക്കാണ് നമുക്ക് സ്മെല്ല് അറിയാൻ സഹായിക്കുന്നത്, നമുക്കറിയാം. മൂക്കിലൂടെയാണ് അപ്പോൾ ഈ സ്മെല്ലുകൾ ഉണ്ടാക്കുന്ന ഈ ഒഡോറൻസ് അകത്തേക്ക് കയറുക. സോ നമ്മുടെ മൂക്കിനകത്ത്, അതായത് നേസൽ കാവിറ്റിയുടെ മുകൾ ഭാഗം, ഇതാണ് നേസൽ കാവിറ്റി, ഇതിന്റെ മുകൾ ഭാഗം, ഈ ഭാഗം, അല്ലെങ്കിൽ ക്രിബ്രിഫോം പ്ലേറ്റിന് താഴെ. സോ ഇതാണ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് വെച്ചാൽ അവിടെ മൂക്കിനകത്തുള്ള എത്മോയിഡ് ബോണിന്റെ ഇവിടെ ഇങ്ങനെ സുഷിരങ്ങളുള്ള ഭാഗമാണ് ഈ ക്രിബ്രിഫോം പ്ലേറ്റ്. സോ ഇതിന്റെ താഴെയായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഏരിയ ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. ഓൾഫാക്ടറി എപ്പിത്തീലിയം. സോ ഇവിടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ റിസപ്റ്റേഴ്സിനാണ് നമ്മൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയാം. സോ സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റർ. സോ ഇതാണ് നമ്മളെ സ്മെൽ അറിയാനായിട്ട് സഹായിക്കുന്നത്. സോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇൻ ദ ഓൾഫാക്ടറി എപ്പിത്തീലിയം വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ നേസൽ കാവിറ്റി ഹെൽപ് ടു നോ ദ സ്മെൽ. ഈ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൽ ഒരുപാട് തരം സെല്ലുകളുണ്ട്. സോ ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്ന് പറഞ്ഞ ഒരു മോഡിഫൈഡ് എപ്പിത്തീലിയൽ ലൈനിങ് ആണ്. ഇത് ഒരു CNS സെൻട്രൽ നെർവസ് സിസ്റ്റം, തൊട്ട് മുകളിൽ ബ്രെയിൻ ആണ്, CNS ഒരു എക്സ്റ്റൻഷൻ ആണ്. സോ ഇതിലാണ് ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നതും അപ്പോൾ CNS ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ന്യൂറോ
ന്യൂറോൺസുകളാണ്. സോ ഇവിടെ മില്യൺ കണക്കിൽ എന്ന് പറയുമ്പോൾ 10 to 20 മില്യൺ എന്ന് ചില പുസ്തകങ്ങളിലാണെങ്കിൽ ചിലതിൽ കൂട്ടി 100 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൃത്യം പറയാൻ പറ്റുന്നില്ല, എങ്കിലും കുറെ മില്യൺ കണക്കിന് ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദീസ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർ ബൈപോളാർ ന്യൂറോൺ സെൽ. ബൈപോളാർ ന്യൂറോൺ എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഇതൊരു സെൽ ബോഡി ആണെങ്കിൽ ആക്സോൺ ഇങ്ങനെ പോകും, ഡെൻഡ്രൈറ്റ് ഇങ്ങനെ വരും അല്ലെ, രണ്ട് വശമുള്ളതാണ് ബൈപോളാർ സെൽസ്. സോ ബൈപോളാർ സെൽസ് ആണ് ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, ബൈപോളാർ ന്യൂറോണൽ സെൽസ്. സോ ന്യൂറോണൽ സെൽസ് ആണ് ദിസ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെ സെൽ ബോഡി ഇവിടെ ഇങ്ങനെ താഴത്തേക്ക്, ഇവിടെ ആക്സോൺ മുകളിലേക്ക് പോകുന്നു. സോ അപ്പൊ നമുക്കിനെ ഓൾഫാക്ടറി എപ്പിത്തീലിയം ഒന്ന് വിശദമായിട്ട് കാണാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഓൾഫാക്ടറി എപ്പിത്തീലിയം. ഈ ഭാഗമാണ് ഓൾഫാക്ടറി എപ്പിത്തീലിയം. ആൻഡ് ഇതിന്റെ മുകളിലേക്ക് ഓൾഫാക്ടറി ബൾബ്, ദെൻ ന്യൂറോൺ ബ്രെയിനിലേക്ക് പോകുന്നതുണ്ട്, ബ്രെയിനിൽ നിന്ന് വരുന്നതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഞാൻ ഈ പറയുന്ന പിങ്ക് കളറിലുള്ള ഈ സംഭവമാണ്. സോ ദിസ് ഈസ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇതാണ്. ബൈപോളാർ ആണെന്ന് പറഞ്ഞു. ബൈപോളാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആക്സോൺ പുറത്തേക്ക് പോകണം, എന്താ ആക്സോൺ ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദർ മസ്റ്റ് ബി ഡെൻഡ്രൈറ്റ്, ചെറിയ ഡെൻഡ്രൈറ്റ്സും ഉണ്ടായിരിക്കും. താഴെയാണ് ഇപ്പൊ ഡെൻഡ്രൈറ്റ്. സോ ഷോർട്ട് ഡെൻഡ്രൈറ്റ്സിന്റെ ഈ അറ്റം കുറച്ച് വീർത്തിരിക്കുന്ന ഒരു അറ്റമാണ്. ഇവിടെ ഇങ്ങനെതാ കുറച്ച് ഇവിടെ വലുതായിട്ട് വീർത്തിരിക്കുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ ഓൾഫാക്ടറി റോഡ്സ് എന്നാണ് പറയാം. ഓൾഫാക്ടറി റോഡ്സ്. ഇതാണ് ഓൾഫാക്ടറി സെൽസ്, ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് എന്ന് വെച്ചാൽ ന്യൂറോണൽ സെൽസ് ആണ്, ബൈപോളാർ സെൽസ്. സോ ഇതിന്റെ താഴെ കുറച്ച് എക്സ്റ്റൻഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാ, ഇങ്ങനെ 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 എക്സ്റ്റൻഷൻ. സോ ഇതിനെ നമ്മൾ എന്താ പറയാ, ഓൾഫാക്ടറി ഹെയർസ് എന്നാണ് പറയാം. സോ എന്തെല്ലാം ഉണ്ട്, ഇത് ഓൾഫാക്ടറി ആക്സോൺ ആണ്, ഇത് അതിന്റെ ആക്സോൺ. സോ ഈ സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പറയാം. സോ ദിസ് ഈസ് ദ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. സോ റിസപ്റ്റേഴ്സിന് മുകളിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന ആക്സോൺ ഉണ്ട്, താഴേക്ക് ഒരു ഓൾഫാക്ടറി റോഡ് ഉണ്ട്, ദെൻ ഓൾഫാക്ടറി ഹെയർസ് ഉണ്ട്. ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആയി. ഇതിനോടൊപ്പം തന്നെ മറ്റ് ധാരാളം സെല്ലുകൾ കൂടിയുണ്ട്. സോ ഇതെല്ലാം സപ്പോർട്ടിംഗ് സെൽസ് ആണ്. ഈ പച്ച കളറിൽ കാണുന്നതെല്ലാം സപ്പോർട്ടിംഗ് സെൽസ് ആണ്, ഓർ സസ്റ്റെൻഡിക്കുലാർ സപ്പോർട്ടിംഗ് സെൽസ്, ഓർ സസ്റ്റെൻഡിക്കുലാർ സെൽസ് എന്നും പറയും. ഇതിന്റെ പേര് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, സപ്പോർട്ടിംഗ് സെൽസ് എന്ന് എഴുതിയാലും മതി. ആൻഡ് ബേസൽ സെൽസ് ഉണ്ട്. ബേസൽ സെൽസ് നമുക്കറിയാം, അതിനായിരിക്കും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. പുതിയ സെല്ലുകൾ ഉണ്ടായി വരണം, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പഴയ സെല്ലുകൾ മാറി പുതിയ സെൽസുകളായിട്ട് മാറുന്ന സെല്ലുകൾ, അതിനാണ് നമ്മൾ ബേസൽ സെൽസ് ഉണ്ടെന്ന് പറയാം. ഇനി ഈ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൽ നീല കളറിലുള്ള ഒരു ഭാഗം കൂടി കാണുന്നുണ്ട്. ഇതിന് നമുക്ക് ബോമാൻ സെൽസ് ഓർ ബോമാൻസ് ഗ്ലാൻസ് എന്ന് പറയാം. ബോമാൻ സെൽസ്, ബോമൻസ് അറിയാം, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ബോമൻസ് പഠിക്കുന്നുണ്ട്. ബോമൻ സെൽസ് ഓർ ബോമൻസ് ഗ്ലാൻസ് കൂടിയാണ്. സോ ഇതിന്റെ പണി മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മ്യൂക്കസ്, സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. സോ ഈ മ്യൂക്കസ്, ഇതാണ് എപ്പിത്തീലിയൽ ലൈനിങ്. ഈ എപ്പിത്തീലിയൽ ലൈനിങ്ങിലേക്ക് മ്യൂക്കസ് വരും. സോ മ്യൂക്കസ് ഇതിന്റെ സർഫസിൽ ഉണ്ടാകും. സോ മ്യൂക്കസിന്റെ ഫംഗ്ഷൻ ഇത് ഒന്ന് മോയിസ്റ്റൻ ചെയ്യും, മോയിസ്റ്റനിങ് ആണ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത് നമ്മൾ ഇവിടെ വരുന്ന ഒഡോറൻസ് ഇവിടെയാണ് വരുന്നത്. ഒഡോറൻസ് ഇവിടെ ഒന്ന് ഇങ്ങനെ മ്യൂക്കസിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ഈ ഹെയർസുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഡിസോൾവ് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യും. ഇനി ഒഡോറൻസ് ഇവിടെ എത്തി. സോ ദിസ് വിൽ ബി സ്റ്റിമുലേറ്റഡ്, ഡെൻഡ്രൈറ്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ആക്സോൺസ് മെസ്സേജ് ഇങ്ങനെ മുകളിലേക്ക് വിടുന്നു. ആൻഡ് ഈ ആക്സോൺസ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ ആക്സോൺസ് ഇങ്ങനെ, ഇതിനാണ് നമ്മൾ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് കയറും. സോ ഇത് മുകളിലേക്ക് എത്തുന്ന ഈ ഭാഗമാണ് ഓൾഫാക്ടറി ബൾബ് എന്നാണ് നമ്മൾ പറയാം. ഓൾഫാക്ടറി ബൾബ്. ഈ ഓൾഫാക്ടറി ബൾബ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ പല ഓൾഫാക്ടറി ഗ്ലോമറുലൈകളുണ്ട്. സോ ഗ്ലോമറുലൈ നമ്മൾ കിഡ്നിയിലൊക്കെ പഠിച്ചാണ്. സോ ഓൾഫാക്ടറി ഗ്ലോമറുലൈകളുണ്ട്. ഗ്ലോമറുലൈ ഒരു 1000-1200 ഗ്ലോമറുലൈ ഒക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, നമ്മൾ ഈ വരുന്ന ആക്സോൺ, ആ റിസപ്റ്റേഴ്സിന്റെ ആക്സോൺസ്, ബ്രെയിനിലേക്ക് പോകുന്ന ആക്സോണും ബ്രെയിനിലേക്ക് വരുന്ന ആക്സോണും, അങ്ങനെ 3 തരം ന്യൂറോൺസുമായിട്ട് കോണ്ടാക്ട്. 3 തരം. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം വൺ ഈസ് ബ്രെയിനിലേക്ക് പോകുന്ന മിട്രൽ സെൽസ് ആണ്. മിട്രൽ സെൽ. സോ ഈ പിങ്ക് കളറിലുള്ളത് മിട്രൽ സെൽസ് ആയിട്ട് കൂട്ടാം. സോ ഇവിടെ നമ്മുടെ ഇത് ഇവിടെ ആയിട്ട് ഇന്റർ കണക്ട് ചെയ്യുന്നു, മിട്രൽ സെൽസ്. പിന്നെ ബ്രെയിനിൽ നിന്ന് വരുന്നത്, ഈ നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. അതിനെ നമുക്ക് രണ്ടാമത്തത് ടഫ്റ്റഡ് സെൽസ് എന്ന് വിളിക്കാം. ടഫ്റ്റഡ് സെൽ. ഇനി ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഇന്റർ ന്യൂറോൺസ് ഉണ്ട്, അതാണ് മൂന്നാമത്തത്. അതിനെ നമ്മൾ ഗ്രാന്യൂൾ സെൽസ് എന്നാണ് വിളിക്കുക. ഗ്രാന്യൂൾ സെൽ. സോ ഓൾഫാക്ടറി ബൾബിനകത്ത് 3 തരം സെൽസ് ഉണ്ട്. വൺ ഈസ് മിട്രൽ സെൽസ്, സെക്കൻഡ് ഈസ് ടഫ്റ്റഡ് സെൽസ്, ആൻഡ് തേർഡ് വൺ ഈസ് ഗ്രാന്യൂൾ സെൽസ്. ഇതിൽ ഈ മിട്രൽ സെൽസ് ആണ് നമുക്ക് ഈ ആക്സോൺ ഇവിടെ നിന്ന് വരുന്നത്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി എന്തായിട്ട് മാറുന്നത്, ഓൾഫാക്ടറി ട്രാക്ട്, ഓൾഫാക്ടറി ട്രാക്ട് ഓർ ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവ് എന്ന് വെച്ചാൽ എത്രാമത്തെ നെർവാണ്? ക്രേനിയൽ നെർവ് നമ്പർ 1, ഒന്നാമത്തെ ക്രേനിയൽ നെർവാണ്. ഒന്നാമത്തെ ക്രേനിയൽ നെർവാണ് ഓൾഫാക്ടറി നെർവായിട്ട് ബ്രെയിനിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഒഡോറൻസ് ഇവിടെ എത്തി, പൊരിച്ച കോയിന്റെ മണം ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. സോ ഇത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ, ഇതാണ് റിസപ്റ്റേഴ്സ് ഓർ ബൈപോളാർ സെൽസ് ഓർ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, ഇതിനെ സ്റ്റിമുലേറ്റ്
സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. കെമിക്കൽ സ്റ്റിമുലേഷൻ ആണ്. ആൻഡ് ദെൻ ഓൾഫാക്ടറി ആക്സോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. ദെൻ ഇതിനെ ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യണം. സോ ഇവിടെയാണ് ഓൾഫാക്ടറി ട്രാൻസ്ഡക്ഷൻ നടക്കേണ്ടത്. ട്രാൻസ്ഡക്ഷൻ ഓഫ് ദ ഇമ്പൾസ് നടക്കേണ്ടത്. സോ ഈ ഓൾഫാക്ടറി ബൾബ്സിൽ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഈ ബൾബിൽ ഇവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. സോ അവിടെയുള്ള റിസപ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് വരയ്ക്കുക, ഇത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ നെർവ് എൻഡിംഗ് ആണെന്ന് വരയ്ക്കുക. ഇവിടെ നിന്ന് കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി റിലീസ്. സോ ഇവിടെ കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ റിസപ്റ്റേഴ്സ് ആർ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. ആൻഡ് അവിടെയുള്ള ജി പ്രോട്ടീനെ നമ്മൾ വിളിക്കുക ജി ഓൾഫ് എന്നാണ്. എക്സാക്ട്ലി അത് ജി എസ് പാത്വേ എന്നൊക്കെ നമ്മൾ അടുത്ത വർഷം ഒക്കെ പഠിക്കും. സോ ആ സംഭവമാണ്. സോ ജി എസ് പാത്വേ സ്റ്റിമുലേറ്റ് ചെയ്താൽ സാധാരണ ഉണ്ടാവുക ഇൻക്രീസ് ഇൻ സൈക്ലിക് AMP ആയിരിക്കും ഉണ്ടാവുക. സൈക്ലിക് AMP കൂടുന്നു, അപ്പോഴത്തേക്കും ഇത് സ്റ്റിമുലേറ്റഡ് ആവുന്നു. ദെൻ സോഡിയം ചാനൽ, കാൽഷ്യം ചാനൽ ഇവയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ദിസ് ഇസ് ദ ട്രാൻസ്ഡക്ഷൻ പാത്വേ. സോ നമ്മൾ പറഞ്ഞു വരുന്നത് എത്രയാണ്, ഓൾഫാക്ടറി ബൾബിലെ ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇത് ആവശ്യമില്ലാത്ത ആൾക്കാർ അത് വിടുക. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. സോ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ദിസ് നെർവ് വിൽ ബി ഡീപോളറൈസേഷൻ ഓഫ് ദിസ് നെർവ് ഉണ്ടാവുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയി ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. സോ അത് അങ്ങനെ അങ്ങോട്ട് പോയി ബ്രെയിനിലേക്ക് പോകും. സോ ഇതാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഇൻ ദ ഓൾഫാക്ടറി പാത്വേ. ഇതാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. സോ ഫസ്റ്റ് ഓർഡർ ന്യൂറോണിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത് സെക്കൻഡ് ഓർഡർ ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത് ബ്രെയിനിലേക്ക് പോകും. ഓൾഫാക്ടറി നെർവായിട്ട് മുകളിലേക്ക് പോകും. ഈ ഓൾഫാക്ടറി നെർവ് ഓൾഫാക്ടറി ട്രാക്ട് ആയിട്ട് പിന്നീട് ബ്രെയിനിലേക്കാണ് പോവുക. എന്തായാലും ഇത് ഗ്ലോമർലൈ എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഇവിടെ വെച്ചിട്ടാണ് ന്യൂറോണുകൾ കൂടിച്ചേരുക അല്ലെങ്കിൽ സിനാപ്സ് ഉള്ളത്. സോ ഇവിടെ ഏകദേശം 2500ഓളം കൂട്ടിച്ചേരലുകളാണ് ഓരോ നെർവുകളും തമ്മിലൊക്കെ നടക്കും. ഓക്കെ, സോ ഇത് ഒട്ടിച്ചേരുന്ന ന്യൂറോൺ അല്ലെങ്കിൽ സിനാപ്സ് ചെയ്യുന്നത് മിട്രൽ സെൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. മിട്രൽ സെൽസ് ഇതാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺ. സോ ഇവിടെ രണ്ടാമത്തെ സെൽസ് ഞാൻ പറഞ്ഞത് ടഫ്റ്റഡ് ആണ്. ടഫ്റ്റഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ്റ്റഡ് സെൽ ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന മെസ്സേജുകളാണ്, ബ്രെയിനിൽ നിന്ന് താഴേക്ക് വരുന്ന മെസ്സേജുകളാണ് ഈ ടഫ്റ്റഡ് സെൽ. ആൻഡ് മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് ഇന്റർ ന്യൂറോൺസ് ആണ്. ഇന്റർ ന്യൂറോൺ ഇതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധിപ്പിക്കാം. സോ ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പലതരം സ്മെല്ലാണ് വരുന്നത്. ഒരേ സ്മെല്ല് മാത്രമൊന്നുമില്ല. അപ്പൊ ഏതെങ്കിലും സ്മെല്ലിന്റെ ആക്ടിവിറ്റി കൂട്ടുകയും മറ്റ് സ്മെല്ലുകളെ അമർത്തുകയും അല്ലെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ട പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ ദിസ് ഏരിയ ഈസ് എ വൈബ്രന്റ് ഏരിയ ആണ്. ബ്രെയിനിലേക്ക് വിടേണ്ട സ്മെല്ലുകൾ മാത്രം, പ്രധാനപ്പെട്ട സ്മെൽ, കൂടുതലുള്ള സ്മെല്ലായിരിക്കും ഇങ്ങോട്ടേക്ക് പോവുക. എല്ലാം എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്മെല്ലോ രണ്ടോ പ്രധാനപ്പെട്ട സ്മെല്ലുകളായിരിക്കും മുകളിലേക്ക് പോവുക. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള നെർവുകളാണ് ഈ പറയുന്ന മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഗ്രാന്യൂൾ സെൽസ്. സോ ഗ്രാന്യൂൾ സെൽസ് ആർ ഇൻഹിബിറ്ററി സെൽ. ഇൻഹിബിറ്ററി ന്യൂറോൺസ് ആണ് ഈ ഗ്രാന്യൂൾ സെൽസ് എന്ന് പറയാം. സോ ഓൾഫാക്ടറി ബൾബിൽ, ഓൾഫാക്ടറി ഗ്ലോമർലയിൽ, അതിനകത്തുള്ള ഗ്ലോമർലയിൽ 3 തരം സെല്ലുകളുണ്ട്. ഒന്ന് മിട്രൽ സെൽസ് ഉണ്ട്, ഒന്ന് ടഫ്റ്റഡ് സെൽസ് ഉണ്ട്, ഗ്രാന്യൂൾ സെൽസ് ഉണ്ട്. സോ ഈ ഏരിയ ഇപ്പോൾ റെഗുലേറ്റിംഗ് ഏരിയ ആണ്. സോ റെഗുലേറ്റിംഗ് ഏരിയ, റെഗുലേഷൻ സെന്റർ ഓഫ് ഓൾഫാക്ഷൻ എന്ന് പറയുന്നത് ഓൾഫാക്ടറി ബൾബാണ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഇത് മുകളിലേക്ക് എവിടേക്കാണ് പോകുന്നത്. സോ ഓൾഫാക്ടറി പാത്വേ കുറിച്ചിട്ടാണ് പറയേണ്ടത്. സോ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ നമ്മൾ ഇതാണെന്ന് പറഞ്ഞു, സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഇതാണെന്ന് പറഞ്ഞു. പാത്വേ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഞാൻ ഈ റെഗുലേറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് അഡാപ്റ്റേഷനെ കുറിച്ചിട്ടാണ്. അഡാപ്റ്റേഷൻ ടു ദ സ്മെൽ. അല്ലെ, നമ്മളിപ്പോൾ ഒരു ചീത്ത അല്ലെങ്കിൽ ഒരു മണമുള്ള സ്ഥലത്തേക്ക് പോകുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ മണം നമ്മൾ ഫീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ക്വിക്ലി അഡാപ്റ്റിംഗ്. സോ അതിന് സഹായിക്കുന്നതാണ് ഈ ഗ്രാന്യൂൾ സെൽ. സോ ഗ്രാന്യൂൾ സെൽസ് ആർ റെഗുലേറ്ററി ഫോർ അഡാപ്റ്റേഷൻ ഓഫ് സ്മെൽ. സ്മെല്ലുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ടാണ് സഹായിക്കുക. നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, മൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെയാണ് ഇരിക്കുക. മൂക്ക് എന്ന് പറയുമ്പോൾ നേരെ പിറ്റ്യൂട്ടറിയുടെ ഒക്കെ മുൻവശത്തായിട്ടാണ് മൂക്ക് ഇരിക്കുക. സോ ഇവിടെ നിന്നാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് വരുന്നത് നേരെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഭാഗമായിട്ടുള്ള മിഡ് ബ്രെയിൻ ഏരിയയിലേക്ക് എത്തുന്നു. മിഡ് ബ്രെയിൻ ഏരിയയിലെത്തിയിട്ട് ഇത് രണ്ടാവുകയാണ്, ഇത് തിരിയുകയാണ്. ഒരു ഭാഗം നമ്മൾ വിളിക്കുക മീഡിയൽ ഓൾഫാക്ടറി ഏരിയ എന്നാണ്. മീഡിയൽ ഓൾഫാക്ടറി ഏരിയ അല്ലെങ്കിൽ മീഡിയൽ ഓൾഫാക്ടറി സ്ട്രയെന്നോ അല്ലെങ്കിൽ സിസ്റ്റം. സോ ഇതാണ് ഒരെണ്ണം, രണ്ടാക്കി തിരിയുന്നതിൽ ഒരെണ്ണം. സോ ഇത് പോകുന്നത് ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടക്സ് ഇങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ഒരെണ്ണം. ഇതിനെ നമുക്ക് വെരി ഓൾഡ് ഓൾഫാക്ടറി സിസ്റ്റം എന്നും പറയാം. ഇനി രണ്ടാമത്തെ ഭാഗം പോകുന്നത് ഈ ഏരിയയിലാണ്, ദിസ് ഏരിയ. ഇവിടെ എന്താ ഉള്ള ടെമ്പറൽ ലോബാണ്. അത് നമ്മൾ വിളിക്കുക ലാറ്ററൽ ഓൾഫാക്ടറി ഏരിയ എന്നോ അല്ലെങ്കിൽ ട്രൈ എന്നോ നമുക്ക് പറയാം. ലാറ്ററോ അല്ലെങ്കിൽ ട്രാക്ട് എന്ന് വിളിക്കാം. ബിക്കോസ് പ്രൈമറി ഫസ്റ്റ് ഓർഡർ കണ്ടു, സെക്കൻഡ് ഓർഡർ കണ്ടു. സെക്കൻഡ് ഓർഡർ ആണ് ഇവിടെ എത്തിയിട്ട്
പല ഭാഗങ്ങളിലേക്കും തേർഡ് ഓർഡർ ആയിട്ട് പോകുക. സോ ലാറ്ററൽ ഓൾഫാക്ടറി ട്രാക്ട് പ്രധാനപ്പെട്ടതാണ്. സോ ഇത് പോകുന്നത് ഒന്ന് പൈറിഫോം കോർട്ടക്സിലേക്കാണ്. പൈറിഫോം കോർട്ടക്സ് ആണ് പ്രൈമറി ഓൾഫാക്ടറി ഏരിയ. ബ്രെയിനിലെ പ്രൈമറി ഓൾഫാക്ടറി ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് പൈറിഫോം കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ടെമ്പറൽ ലോബിലുള്ള ഭാഗമാണ്. സോ ഇതിന് നമുക്ക് വേറെ പേര് കൂടിയുണ്ട്, ലെസ് ഓൾഡ് ഓൾഫാക്ടറി സിസ്റ്റം എന്നും വിളിക്കും. ഓക്കെ, ഇതെന്താ ഇങ്ങനെയൊക്കെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് ആണ് ഈ മണം. മണമാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. കാഴ്ച അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെക്കാളൊക്കെ ഉപരി സംസാരമൊക്കെ വരുന്നതിന് മുമ്പ് മണമായിരിക്കും സ്മെൽ. മൃഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകർഷിക്കുന്ന സ്മെല്ലാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെരി ഓൾഡ് ദെൻ ലെസ് ഓൾഡ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്തത് പൈറിഫോം കഴിഞ്ഞു. ദെൻ ഹിപ്പോ ക്യാമ്പസിലേക്ക് പോകുന്നുണ്ട്, അമിഗ്ഡാല, ഓക്കെ, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, എൻറ്റോറൈനൽ കോർട്ടക്സ്. ഹിപ്പോ ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. സ്മെൽ, പണ്ട് ഞാൻ ഈ മണം എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, അന്ന് എനിക്ക് മണം കേട്ടപ്പോൾ ദേഷ്യം വന്നു, അതാണ് അമിഗ്ഡാല. അമിഗ്ഡാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെൻസ് ഓഫ് ഫിയർ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള റേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്മെൽ, ഇഷ്ടപ്പെടാത്ത സ്മെൽ, എൻറ്റോറൈനൽ കോർട്ടക്സും ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ സ്മെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു, അതിന്റെ മണം ഇഷ്ടപ്പെട്ടു, വീണ്ടും നമ്മൾ അന്വേഷിച്ചൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഓർമ്മകൾ ഭാഗത്തേക്കൊക്കെ കണക്ഷൻ കൊടുക്കും. ഇനി ഒരു മൂന്നാമതൊരു ട്രാക്ക് കൂടി പറയുന്നുണ്ട്, അതിനെ നമ്മൾ ന്യൂവർ പാത്വേ എന്നാണ് പറയാം. സോ സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ, ഞങ്ങളുടെ കാലത്തൊക്കെ പഠിക്കുമ്പോൾ, ദിസ് ദ ഓൺലി ട്രാക്ക് വിച്ച് നോട്ട് ഗോസ് ടു ദ തലാമസ്. തലാമസിലേക്ക് പോകാത്ത ഏക ട്രാക്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഡോർസോ മീഡിയൽ തലാമയിലേക്കും കണക്ഷൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിനായിരിക്കും നമ്മൾ ന്യൂവർ പാത്വേ എന്നൊക്കെ പറയാം. എന്തായാലും പ്രധാനപ്പെട്ട പാത്വേ ഇതാണ്. വൺ ഈസ് മീഡിയൽ ഓൾഫാക്ടറി pathway and second is lateral olfactory tract. So ഇങ്ങനെ രണ്ട് ട്രാക്ട് ആയിട്ടാണ് ബ്രെയിനിന്റെ പല ഭാഗങ്ങളിലേക്കൊക്കെ പോവുക. ഓക്കെ, സോ ദിസ് അബൌട്ട് ട്രാക്ട്സ്. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞു, അപ്പോഴാണ് മണം തിരിച്ചറിയുകയും അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇനി അവസാനം നമുക്ക് ചില ഡിസോർഡേഴ്സ് പറയാം. ഒന്ന് അനോസ്മിയാണ്. അനോസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെൽ അറിയാൻ പറ്റാത്ത ലോസ് ഓഫ് സ്മെൽ. ഇത് ടെമ്പററി ആകാം ഓർ ക്യാൻ ബി പെർമനന്റ് ഓൾസോ. ടെമ്പററി സാധാരണ ഇപ്പം ജലദോഷം, സൈനസൈറ്റിസ്, അലർജിക് ഡിസോർഡർ അതൊക്കെ കൊണ്ടുവരാം. ദെൻ പെർമനന്റ് വരണമെങ്കിൽ ഈ ലീഷൻ, ഈ ട്രാക്റ്റിൽ എന്തെങ്കിലും ലീഷൻസ് ഉണ്ടെങ്കിലാണ് പെർമനന്റ് ഉണ്ടാവുക. സോ വൺ ഈസ് അനോസ്മിയ. രണ്ടാമത്തത് കുറച്ച് ഹൈപ്പോസ്മിയ, മണം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് എ സ്മെൽ. അത് പല അസുഖങ്ങൾ കൊണ്ട്, ഇപ്പോൾ പാർക്കിൻസോണിസം മൂലം വരാം, അൽഷീമേഴ്സ് മൂലം വരാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജലദോഷം അതൊക്കെ കൊണ്ടും വരാം. ദെൻ അടുത്തത് ഹൈപ്പർ ഓസ്മിയാണ്. ഹൈപ്പർ ഓസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് സ്മെൽ. ഇപ്പോൾ ഇല്ലാത്ത സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എപ്പിലെപ്സിയുടെ ആ ഓറയ്ക്കൊക്കെ മുമ്പ് ടെമ്പറൽ ലോബ് അമിതമായിട്ട് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഈ സ്മെല്ലിന്റെ ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്താൽ കരിഞ്ഞ റബ്ബറിന്റെ മണം, ടയറിന്റെ മണം ഒക്കെ തോന്നുന്നത് ഈ കണ്ടീഷൻസ് ആണ്. സോ ഇറ്റ് ഇസ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് മൂലമാണ്. ദെൻ പാരോസ്മിയ ഉണ്ട്. പാരോസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് സെൻസ് ഓഫ് സ്മെല്ലാണ്. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് സ്മെൽ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.